ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ രാവിലെ പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെത്തി ആദ്യമേ തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ഒപ്പം ചായയും വെക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്ക് നീക്കാം. അപ്പോൾ ചായക്ക് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തേയിലപ്പൊടി തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടാവാൻ ബാക്കിയെന്ന് വിചാരിച്ച് അതിനങ്ങ് നിന്നേ. ഇത് തേയിലപ്പൊടി അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കണേ. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഉറുമ്പുകളുടെ ഭയങ്കര ശല്യം കേട്ടോ. പഞ്ചസാരയിൽ കൊണ്ടുപോണേക്കാൾ കൂടുതൽ തേയിലയിലാട്ടോ ഉറുമ്പ് തന്നെ. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലാണ് കുറച്ചുകൂടെ സേഫ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വന്നപ്പോഴത്തേനും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അരി അങ്ങ് കഴുകിയിട്ടിട്ടാവാം ബാക്കി പരിപാടികൾക്കെന്നായി. അരി കഴുകിയിട്ട് തിളയ്ക്കുമ്പോഴത്തേനും ബാക്കി ഒന്നങ്ങ് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. കാരണം മക്കൾസ് ഇപ്പോൾ നടന്നും മുട്ടൂത്തിയൊക്കെ തുടങ്ങിയതുകൊണ്ട് നിലത്ത് എന്ത് കിടന്നാലും അതെടുത്ത് വായിലിടും കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് താമസിച്ച് കിടന്നുകൊണ്ട് ഒന്നങ്ങ് അടിച്ചിടാനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ പിന്നെ രാവിലെ തന്നെ അതിന് നിന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും വീടങ്ങ് നിരന്ന് കിടക്കൂലല്ലോ. ഇവർ 4 പേരുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പേപ്പറുകളും മിഠായിക്കൂടുകളും ഒക്കെ അങ്ങനെ നിറയെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. എത്ര അടിച്ചു വാരിയാലും പിന്നെയും ഇങ്ങനെ കിടക്കും. ഇനി ഇപ്പം അടിച്ചു വാരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്കൂളിൽ പോണതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഇരട്ടി കച്ചറ അകത്തുണ്ടാവും കേട്ടോ. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് വാതിലൊക്കെ തുറന്ന് ഇച്ചിരി നേരം ഒന്ന് പുറത്തൊക്കെ പോയി നിന്ന് വീണ്ടും വന്ന് ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. ഹാളടിക്കാൻ നിന്നപ്പോഴത്തേനും മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനവിടെ സെറ്റിയിൽ വന്ന് ഇച്ചിരി നേരം കിടക്കുക കേട്ടോ. അപ്പോൾ ഉറക്കച്ചടവൊക്കെ ഒന്നങ്ങ് പോയി കഴിയുമ്പോഴാണ് ആൾ പിന്നെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ചായ കുടിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിനചര്യ എന്ന് തന്നെ പറയാം കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ചായയും ഒരു ബിസ്ക്കറ്റും. നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഓടണേൻ്റെ ഇടയ്ക്ക് രാവിലെ ഇരിക്കണ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കേട്ടോ. അപ്പോൾ അടിക്കൽ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് ഒക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ ചോറ് സ്വല്പം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കഴുകി അതോട് ചോറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് പോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഒപ്പം ഞങ്ങൾക്ക് കുടിക്കാനുള്ള ചായ ഒന്ന് പഞ്ചസാര ഇട്ടും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ 2 ബിസ്ക്കറ്റും കൂട്ടി കുറച്ച് നാട്ടുവർത്താനവും ഒക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ച് വന്ന് വീണ്ടും കിച്ചണിലേക്ക്. അപ്പോൾ ഇന്ന് കുറച്ചധികം തുണികൾ അലക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കാൻ എളുപ്പപ്പണിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ തയ്യാറാക്കാൻ വച്ചേക്കണേ. അപ്പോൾ പിന്നെ അടുക്കളയിൽ ചോറൊക്കെ അങ്ങ് എടുത്ത് വെച്ചതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നൊന്നും ഇതുപോലെ രാവിലെ എല്ലാത്തിനും ഒന്നും സമയം കിട്ടാറില്ല. പിന്നെ പണി കുറവായതുകൊണ്ട് പൂച്ച ഒരു പണിയും കൂടെ ഇരട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നനയാതെ ചകിരിയൊക്കെ കോർത്ത് വെച്ചേർന്ന് അത് പൂച്ച കയറി തട്ടിച്ചടിച്ചു. പിന്നെ ഇനി നനഞ്ഞു പോകണ്ടല്ലോ എന്നോർത്ത് അത് വേഗം ഒന്നങ്ങ് ഒതുക്കി പറക്കി എടുത്ത് വെച്ചപ്പോഴത്തേനും ഇതേ മുറ്റത്തൊക്കെ പുല്ലുണ്ടാവണോടത്തിലേക്ക് പടതയൊക്കെ നീക്കി ഇറണ്ട് കേട്ടോ. ഇത് മിറ്റിലിട്ടേക്കണോണ്ട് തന്നെ നമുക്ക് പറിച്ച് കളയുമ്പോൾ നമ്മുടെ കൈയുടെ തോല് പോണേ അല്ലാണ്ട് പുല്ല് തീരൂല. അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ താഴത്തെ വീട്ടിലെ ഈ സർവീസ് വയറിലേക്ക് ഞങ്ങളുടെ വാഴയൊന്ന് ചെരിഞ്ഞ് കിടന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് കെട്ടാനായിട്ട് ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങിയതും മക്കൾസ് പുറകെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇവരെ ഒന്ന് അകത്തേക്ക് കയറ്റാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. പിന്നെ അവരെ നല്ല വാക്കൊക്കെ പറഞ്ഞൊന്ന് വീട്ടിലേക്ക് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ മുറ്റമൊന്ന് അടിച്ചിടുക കേട്ടോ. കുടിയിലേട്ട് ഒരു തുള്ളി ഇല ചാടിയില്ലെങ്കിലും മുറ്റത്ത് ഒരില വിടാണ്ട് ചാടും കേട്ടോ. ഒരു കാറ്റൊന്ന് അതിൽ പോയാൽ മതിയേ. പിന്നെ രാവിലെ തന്നെ അങ്ങ് ഇന്ന് അടിച്ചിടാന്ന് വെച്ചു. കാരണം നല്ല വെയിൽ തെളിഞ്ഞ് മുറ്റമൊന്ന് ഉണങ്ങിയ കിടക്കണേ. അപ്പോൾ ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ചാട്ടോ രാവിലെ തന്നെ ഇതിന് നിന്നത്. അപ്പോൾ ആ പുല്ലുള്ളയിടത്തിലേക്ക് തന്നെ ഒന്നങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കത്തിക്കുമ്പോൾ പുല്ലും പോയിക്കോളും, മുറ്റവും വൃത്തിയാവും. അപ്പോൾ മക്കൾസൊക്കെ സ്കൂളിൽ പോയി ഒന്ന് ഫ്രീ ആയതിന് ശേഷം തീ കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇച്ചിരിയോടെ എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് ഓർത്ത് അതവിടെ കൂട്ടിയിട്ട് മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ കുറച്ചധികം അലക്കാനുള്ളതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പുമാവും പഴവും ആക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ പണി കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ അതിനുള്ളതങ്ങ് അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി ഒന്ന് വെച്ചു കേട്ടോ. ഒപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതങ്ങ് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് വേണേൽ പൊരിച്ചെടുക്കാം. കാരണം ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ പൊട്ടറ്റോയുടെ ഇത്. അപ്പോൾ അത് റെഡിയാക്കണ ദിവസം ഞാൻ കുറച്ചധികം റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇക്കാക്കും ഇഷ്ടം, മക്കൾസിനും ഇഷ്ടം. അപ്പോൾ അവർ പൊരിച്ചിടുമ്പോൾ മുതൽക്ക് ഇങ്ങനെ വന്ന് കഴിച്ചു
കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഇക്കായും മക്കൾസും ദേ കടയിൽ പോയി മീനും പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ മോൻ തന്നെ എല്ലാം എടുത്തു വെച്ചോളാമെന്നും പറഞ്ഞ് മോളോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നേ കാണണേ. പിന്നെ മീനൊക്കെ ഒന്നങ്ങ് പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് അതൊന്നങ്ങ് നന്നാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഒപ്പം അവരൊരു അവക്കാഡോയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് പിന്നെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചു. വറ്റമീനായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് നന്നാക്കാനുണ്ട് കേട്ടോ. കാരണം തോലൊക്കെ പൊളിച്ചെടുക്കണ്ടേ. അതിൻ്റെ ഒപ്പം തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മക്കൾസ് കരയണേ എടുത്ത് പോയി പാലം എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ ഒരു 5:30 ആകുമ്പോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു 9:30 വരെ നമുക്ക് ഒരു 5 മിനിറ്റ് പോലും റെസ്റ്റില്ലാത്ത ഓട്ടപ്പാച്ചിൽ തന്നെയാണെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇക്ക പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ 2 പേരെയും കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇക്ക വർക്ക്ഷോപ്പിൽ പോണതിന് മുമ്പ് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവർ അനുസരിച്ചും അവരുടെ മൂഡിനനുസരിച്ചും ക്ലീൻ ചെയ്താൽ മതിയല്ലോ. അതിപ്പോൾ നമുക്ക് അത്ര റിസ്ക് ഉള്ള പരിപാടിയല്ല. പിന്നെ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ടൈം ലിമിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വൈകുന്നേരം വരെ പതുക്കെ സ്വസ്ഥമായിട്ട് തീർത്താൽ മതി കേട്ടോ. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു എന്താ പറയുക സമാധാനമുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന സമയത്ത് അതിപ്പോൾ ഭക്ഷണമായാലും ഇനി രാവിലെ ഇപ്പോൾ നമ്മൾ കറി വെക്കാനായിട്ട് പറ്റിയില്ല, ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കണത് എന്തോ അത് ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചേക്കണോണ്ട് തന്നെ അവർക്കും വേറെ വാശിയോ നിർബന്ധങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വൈകിട്ട് ഇക്ക വന്ന് കഴിയുമ്പോഴാണ് പിന്നെ ബാക്കി കുക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കണേ. ഇന്നിപ്പോൾ എന്തായാലും തലേന്നത്തെ തോരൻ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒപ്പം ഫിഷ് ഓൾറെഡി ഇന്നലെ വാങ്ങിയത് പൊരിക്കാനുള്ളത് മുളക് തിരുമിയത് ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി വറ്റ കറി വെച്ചാൽ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഒപ്പം ഉപ്പുമാവും. അപ്പോൾ ഉപ്പുമാവിന് പഴം വേണ്ടാത്തവർക്ക് നമുക്ക് മീൻകറിയും കൂട്ടാലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് പണികൾ തീർത്ത് അലക്കാനായിട്ട് ഇറങ്ങണം കേട്ടോ. എന്നും ഉണ്ടാവേ ഇഷ്ടം പോലെ അലക്കാനായിട്ട്. അപ്പം മിഷ്യനിലിടാനുള്ളത് രാവിലെ എഴുന്നേറ്റ് വന്ന വഴിക്ക് തന്നെ ഇട്ടു കേട്ടോ. മിഷ്യനിലിട്ടാലും കുറച്ച് കല്ലേൽ അലക്കാനൊക്കെ ഉണ്ടാവും. കാരണം ഇക്കാടെ വർക്ക്ഷോപ്പിലെ ഡ്രസ്സ്, മക്കൾസിൻ്റെ യൂണിഫോം, കൂടാതെ കുഞ്ഞുങ്ങൾ മൂത്രമൊക്കെ ആയ തുണികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കല്ലേൽ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ്. മഴയാണെങ്കിൽ അത് മിഷ്യനിലേക്ക് ഇട്ട് തന്നെ ഒന്നങ്ങ് ഡ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കും. അല്ല നല്ല വെയിലൊക്കെ ഉള്ള ദിവസം ഡയറക്റ്റ് അഴയിലിട്ടങ്ങ് വിരിച്ച് ഉണക്കിയെടുക്കാറാട്ടോ പതിവ്. എത്രയൊക്കെ നമ്മൾ തീർത്ത് വെച്ചാലും വൈകിട്ട് വരെ നമുക്ക് റെസ്റ്റില്ലാണ്ട് ചെയ്യാൻ പാകത്തിന് പണികളുണ്ടാവും. 4 പേരും കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഒന്ന് മാറി പണികളുണ്ടാവും കേട്ടോ. ഒരു പരിധി കൂടുതൽ അവരെ നമുക്ക് പറഞ്ഞു നിർത്താനും പറ്റില്ല. കാരണം നമ്മൾ പറയണത് എല്ലാം ഉൾക്കൊള്ളാനും അതേപടി ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനും പറ്റണ പ്രായമല്ലല്ലോ. എന്നാലും മാക്സിമം അവർ നോക്കി നമ്മൾ പറയണതൊക്കെ അനുസരിക്കാൻ നോക്കണ മക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇക്കാടെ അടുത്ത് മക്കൾസ് ഇരിക്കണ ആ ഒരു ഗ്യാപ്പിൽ വേഗം തന്നെ ഉപ്പുമാവിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒപ്പം ഫിഷിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് മീനൊക്കെ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി അവിടെ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഉപ്പുമാവും റെഡിയാക്കി ഫിഷ് കറിയും വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടിക്കായിട്ട് നിൽക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ പൊട്ടറ്റോ ഫ്രൈ എടുത്തുകൊണ്ടിരിക്കണ്ടേ. എൻ്റെ കുഞ്ഞാവകൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊട്ടറ്റോ പൊരിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുകൊണ്ട് പൊരിച്ച് കൊടുക്കാറുണ്ട്. പൊരിക്കുമ്പോൾ കുറച്ചധികം പൊരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ വെറുതെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമില്ല, കരയാതെ കുറച്ച് നേരം ഇതിൽ നിൽക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മോള് അവർക്കുള്ളതും കൂടെ കൂടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണ്ട കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നിന്നേ. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ റെസിപ്പി വീഡിയോ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ പൊട്ടറ്റോ ഫ്രൈ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാപ്പിയുടെയും മക്കളുടെയും കളി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അടുക്കളയിൽ തന്നെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് വാശി അധികം ഇല്ല. ഇനി ഹാളിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് മുട്ടുകുത്തി അടുക്കളയിലേക്ക് തന്നെ വരും. എപ്പോഴും നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ ഒരാളല്ലെങ്കിൽ ഒരാളുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ എളിയിലുണ്ടാവും.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചിലർ വിളിക്കുമ്പോൾ പറയും കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഒരാളേ ഉള്ളൂ, ആ ഒരാളെയും കൊണ്ട് ഞങ്ങളിവിടെ നക്ഷത്രം എണ്ണുക. പിന്നെ ഇപ്പോൾ നീ വീഡിയോ ഇടുന്നതുകൊണ്ട് നിൻ്റെ വീഡിയോസ് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ. 4 പേരെ നീ മാനേജ് ചെയ്യേണ്ട, ഇത്രയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒന്നുമല്ല എന്ന്. അങ്ങനെ ആർക്കെങ്കിൽക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവാൻ സാധിക്കേണ്ടെന്ന് അറിയണത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഞങ്ങൾ നിൽക്കണേന്ന് അറിയാവുന്നവർ നമ്മളോട് ചോദിക്കുക, എങ്ങനെയാണ് നീ കുക്ക് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ ക്ലീൻ ചെയ്യണത്, ഇവരെ 4 പേരെയും ഒരുപോലെ എങ്ങനെയാണ് മാനേജ് ചെയ്യണത്, അതുപോലെ ട്വിൻസിനെ വെച്ചിട്ട് എങ്ങനെയാണ് നീ ഇക്കായും പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാര്യങ്ങൾ ചെയ്യണേന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ റുട്ടീൻ. 100% നമുക്ക് പെർഫെക്റ്റായിട്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ തീരെ പറ്റാറില്ല കേട്ടോ. എനിക്ക് പറ്റും പോലെ പറ്റണത് എന്തോ അത് ചെയ്യും എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരാൾ വന്ന് കണ്ട എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയണം, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കണേ. അവരിച്ചിരി കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം, ഇതെല്ലാം വച്ചിട്ട് ചെയ്യുന്നത് എന്തോ അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ രാവിലെ കുറച്ചൊന്ന് ബിസി ആയിട്ട് ഓടിയാലും പിന്നെ അത് കഴിഞ്ഞ് മക്കൾസിൻ്റെ കൂടെ ഇരിക്കാനും കളിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ. അല്ലാണ്ട് അവരെ കരയിച്ചുകൊണ്ട് ഫുള്ള് പണിയെടുത്ത് തീർക്കാറോ അങ്ങനെയൊന്നുമില്ല. പിന്നെ കുക്കിങ്ങിന് നിൽക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇത് വലിക്കാനും ഇങ്ങനെ വലിക്കുകയും തൊടുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് മാക്സിമം പോണതിന് പെട്ട് കുക്കിംഗ് അങ്ങ് തീർത്തു വെക്കണം. പിന്നെ 2 പേരെ എടുത്തുകൊണ്ട് നിന്ന് നമുക്കൊരിക്കലും കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അവർ വലുതായി തുടങ്ങി, ചിത്താന്തവും കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂടി ഒന്ന് പൊട്ടിപ്പോയേ, അപ്പോൾ അതൊന്നൊക്കെ റെഡിയാക്കി തന്ന് ഒരെണ്ണം പൊട്ടി ഒരെണ്ണം റെഡിയാക്കിയപ്പോഴത്തേനും അടുത്തൊരു നല്ല പണി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് എണ്ണ ഒഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ കൈ സ്ലിപ്പായി ആ ചട്ടി നിലത്തി അടി പൊട്ടിയിട്ടോ. നല്ല ചൂടായിട്ടിരുന്ന ചട്ടി. ഭാഗ്യത്തിന് മക്കൾസൊന്നും താഴെ ഉണ്ടായില്ല കേട്ടോ. എപ്പോഴും എൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഒരാളങ്ങനെ വന്ന് മുട്ടുകുത്തിയോ അല്ലെങ്കിൽ നിന്നോണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. എന്തോ ഭാഗ്യത്തിന് മക്കൾസൊക്കെ അപ്പുറമായിട്ട് മാറിയ സമയത്താണ് ആ ചട്ടി നിലത്തേക്ക് ആടിയത്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ എനിക്കിതുപോലെ പറ്റണേ. ആദ്യം ഒരു തവണ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് മക്കൾസ് കരഞ്ഞപ്പോൾ അവരെടുക്കാനായിട്ട് പോയി പാല് കൊടുത്തുകൊണ്ടിരുന്ന് ഈ ചായ വച്ചത് മറന്നുപോയി. അത് വെള്ളം പറ്റി തീ അകത്തേക്ക് ആളണ സമയമായപ്പോൾ ഞാൻ എന്തോ ഓർമ്മയിൽ അടുക്കളയിൽ വന്നപ്പോൾ ഈ പാത്രം കത്തി ഉള്ളിൽ തീ ഇങ്ങനെ കത്തി തുടങ്ങിയപ്പോഴത്തേനും ആണ് കേട്ടോ ഞാൻ വന്നെ. പിന്നെ അത് നിർത്തി ചൂടാറി മാറ്റിയെങ്കിലും അന്ന് ഇതുപോലെ ഒരു അപകടം ഒഴിവായി. ഇന്നിപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും കുക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊക്കെ തട്ടാതെ. അപ്പോൾ എനിക്കിത് 2 അബദ്ധം പറ്റിയോണ്ടാണ്. ഭാഗ്യത്തിന് എൻ്റെ കാലിലേക്ക് വീഴുകയോ പൊള്ളുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അതോടുകൂടി പകുതി മൂഡ് പോയി എന്ന് പറയാം. പിന്നെ ഈ കടയിൽ നിന്ന് നല്ല വഴക്കും കിട്ടിയിട്ടോ. ഇക്കാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് നിർബന്ധം കൂടുതലാണ്. എപ്പോഴും പറയും എനിക്ക് ശ്രദ്ധയില്ല എന്ന് കേട്ടോ. ഈ ഗ്യാസിൽ പണിയെടുക്കുമ്പോൾ തീരെ ശ്രദ്ധയില്ല എന്ന് പറയേ. അത് കഴിഞ്ഞിട്ട് വെറുതെ ആ ഒരു മൈൻഡിൽ ഞാൻ അവക്കാഡോ മുറിച്ചു കേട്ടോ, മക്കൾസിന് കൊടുക്കാമെന്ന് ഓർത്തപ്പോൾ. മുറിച്ച് കഴിഞ്ഞപ്പോൾ അത്ര പഴുപ്പുണ്ടായില്ല. പിന്നെ അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് വേഗം തന്നെ മീൻ കറി വെക്കാനായിട്ട് നിന്നു. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളിയായിട്ട് കറി വെക്കണമെന്ന് വിചാരിച്ചാട്ടോ. ചട്ടി പോയതോടുകൂടി പിന്നെ ആ ഒരു മൂടങ്ങ് പോയി. പിന്നെ വേറെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഉണ്ടായിരുന്ന ഒരു ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ മുളകിയാറാട്ടോ വെച്ചത്. എങ്കിലും കറിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് അധികം സാധന സാമഗ്രികളൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു മീൻ കറി കേട്ടോ. അത് കഴിഞ്ഞ് മക്കൾസിനും ഇക്കാക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പഴവും ഇക്ക കഴിക്കാനിരിക്കുമ്പോൾ എന്നുള്ള ഒരു ഇതാട്ടോ ഇത്. ഇവർ 2 പേരും കയറിയിരിക്കും. കഴിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല. ഇനി അതൊക്കെ വാരി അതിൽ നിരത്തി കരഞ്ഞ് ഇക്കാനെ കഴിപ്പിക്കാതിരിക്കലാണ് കേട്ടോ ഇവരുടെ രാവിലത്തെ പ്രധാന പരിപാടി. നമ്മളിനിയിപ്പോൾ അവിടെ ഇരുത്തിയില്ലെങ്കിലും അത് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കണോണ്ട് അവർ നല്ല ഡീസൻ്റ് ആയിട്ടിരിക്കണതാണ്. ഈ ക്യാമറ ഫോൺ അങ്ങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ തന്നെ സ്വഭാവം കാണിക്കും. പിന്നെ ഒരു വായാണെങ്കിലും കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ, ഇനിയിപ്പോൾ ഇവർ പോണ വരെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിന്നോളൂല്ലോ എന്ന് ഓർത്ത് ഇക്ക ബലമായിട്ട് 2-3 വായൊക്കെ കഴിപ്പിച്ചു കേട്ടോ. ഞാൻ കഴിക്കുന്ന ഫുഡ് എന്തോ അതാണ് കേട്ടോ അവർക്കും ശീലിപ്പിച്ചേക്കണത്. പിന്നെ എക്സ്ട്രാ അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ അവർ കഴിക്കണതാണെങ്കിൽ മാത്രമേ ഞാനങ്ങ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ. ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഓരോ കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, മക്കൾസിന് അത് തയ്യാറാക്കി കൊടുക്കണമെന്ന്. മോളുണ്ടായപ്പോൾ മുതൽക്ക് ഞാനങ്ങനെ ഓരോന്നൊക്കെ റെഡിയാക്കി നോക്കുകയെ, പക്ഷേ എല്ലാം ഒന്നും അവർ കഴിക്കാറില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, കഴിക്കണ മക്കൾസിന് അത് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ മക്കളെ എന്ത് കഴിക്കുന്നു
കഴിക്കുന്നു അതവർക്ക് കൊടുക്കുക. അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ ഇലക്കറികളായാലും ഫിഷായാലും മീറ്റായാലും എഗ്ഗായാലും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മീല് എന്താ ഒരു കൃതാഹാരം അവർക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെന്ന് മാത്രം. പക്ഷേ ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ എല്ലാം ഒന്നും ഇവർ കഴിക്കൂലാത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ചോറൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണെന്നേ അവർക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ എൻ്റെ ഒരു പകുതി മുക്കാൽ സമയവും പോണത് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. 4 പേരും ഒരുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ. പിന്നെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചിട്ടിട്ട് കഞ്ഞി ഒന്ന് വാർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണിലെ പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി പോണതുകൊണ്ട് ആ ഒരു തലവേദന ഇല്ല എന്ന് പറയാം കേട്ടോ. ഒരുപാട് കൂടിക്കിടക്കുമ്പോൾ പിന്നെ എനിക്കും കഴുകാനായിട്ടൊരു മടിയായിരിക്കും. അത് കഴിഞ്ഞ് ഇതേ നേരെ അലക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കല്ലിൽ അലക്കാനുള്ളതൊക്കെ ഒന്നങ്ങ് അലക്കിയിടാന്ന് വെച്ചു. ഒപ്പം തന്നെ കുഞ്ഞുമക്കളും ഉണ്ട് കേട്ടോ. അവർ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഈ വെള്ളത്തിൽ കളിച്ച് ഇങ്ങനെ നിന്നോളും, ഒരു പ്രശ്നമില്ല കേട്ടോ. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാതെ. പിന്നെ വേഗം ഒന്ന് അലക്കി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് മെഷീനിലുള്ള തുണിയും കല്ലിൽ അലക്കിയ തുണിയും എല്ലാം വിരിച്ചിട്ടു കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഇത് തുണിയൊക്കെ വിരിക്കൽ കഴിഞ്ഞ് കയറി വന്ന് ഇനി മക്കൾസിനെയൊക്കെ റെഡിയാക്കി ഒന്ന് സ്കൂളിൽ വരണം. അപ്പോൾ ഏകദേശം ഒരു 9:15 കൂടി എൻ്റെ ഒരുവിധ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു ദിനചര്യകൾ. ഇനി ഇതേ മക്കൾസ് ഇക്കായും പോയി തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോകളിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.